അദ്രമേലേക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം അദാർ രാജാവാണ് എന്നാണ്. ഉത്തര പശ്ചിമ മെസപ്പൊട്ടോമിയയിൽ അദാദ് മിൽക്കി എന്ന പേരിൽ പൂജിക്കപ്പെട്ടു വന്ന ഒരു ദേവനാണ്. അരാമ്യ ദേവനായ ഹദദിൻ്റെ മറ്റൊരു രൂപമാണിത്. BC 722 ശേഷം അശൂര്യർ സെഫർവീമിൽ നിന്നും കൊണ്ടുവന്ന് ശമരിയയിൽ കുടിപാർപ്പിച്ചവർ അദ്രമേലേക്കിനെ ആരാധിച്ചു. അവർ അദ്രമേലേക്കിന് മക്കളെ അഗ്നിപ്രവേശം ചെയ്യിച്ചു. 2 രാജാക്കന്മാർ 17 അധ്യായം 31 അദ്രമേലേക്കും അനമേലേക്കും ഒരുമിച്ച് പറയപ്പെട്ടിരിക്കിയാൽ ഒരു ദ്വന്ദ്വദേവനായിരിക്കണമെന്ന ധാരണ ചിലർക്കുണ്ട്. പക്ഷേ അതിന് തെളിവുമില്ല. അനമേലേക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം അനു രാജാവാണ് എന്നാണ്. BC 722 ശേഷം അശൂര്യർ സെഫർവീമിൽ നിന്നും കൊണ്ടുവന്ന് ശമരിയയിൽ കുടിപാർപ്പിച്ചവർ പൂജിച്ചു വന്ന ഒരു ദേവനാണ്. 2 രാജാക്കന്മാർ 17:31. ബാബിലോന്യരുടെ ആകാശദേവനാണ് അനു. ഈ ദേവനും ആളുകൾ മക്കളെ അഗ്നിപ്രവേശം ചെയ്യിച്ചു. അർത്തമീസ് അഥവാ ഡയാന. അർത്തമീസ് ദേവി ഗ്രീക്കുകാരുടെ ഇടയിൽ ഡയാനയെന്നും റോമക്കാരുടെ ഇടയിൽ അർത്തമീസ് എന്നും അറിയപ്പെട്ടിരുന്നു. പുരാണ കഥയനുസരിച്ച് സിയോസ് ദേവന്റെ മകളാണിത്. അമ്പും വില്ലും ധരിച്ച് കലമാനിനെ പിന്തുടരുന്ന രൂപത്തിലാണ് ചിത്രണം ചെയ്തിട്ടുള്ളത്. ബാധകളെ അയക്കുകയും മനുഷ്യരെ സംഹരിക്കുകയും ചെയ്യുമെന്ന് ആരാധകർ വിശ്വസിച്ചു വന്നു. അപ്പോളോ പകലിൻ്റെ പ്രകാശദേവതയായിരിക്കുന്നത് പോലെ രാത്രിയുടെ പ്രകാശദേവതയാണ് അർത്തമീസ്. തന്മൂലം ചന്ദ്രദേവിയായി കരുതപ്പെട്ടു. അർത്തമീസ് ദേവി യൗവനക്കാരുടെ, പ്രത്യേകിച്ചും കന്യകമാരുടെ സംരക്ഷകയാണ്. വിവാഹത്തിന് മുമ്പ് കന്യകമാർ ഒരു മുടിക്കെട്ടും അരഞ്ഞാണവും കന്യാവസ്ത്രവും അർത്തമീസിന് സമർപ്പിക്കുക പതിവായിരുന്നു. എഫേസോസിൽ ആരാധിച്ചു വന്ന അർത്തമീസ് ദേവി ഒരു പൗരസ്ത്യ ദേവതയാണ്. ഈ ദേവതയെ ആരാധിക്കുന്നതിന് ക്ഷണ്ണന്മാരെ നിയമിച്ചിരുന്നു. അർത്തമീസ് ദേവിയെ അമ്മയായും പോറ്റമ്മയായുമാണ് അവർ കരുതിയിരുന്നത്. എഫേസോസിലെ അർത്തമീസ് ദേവിയുടെ ക്ഷേത്രം ലോകത്തിലെ സപ്താത്ഭുതങ്ങളിൽ ഒന്നായിരുന്നു. ഈ ക്ഷേത്രത്തിലെ വിഗ്രഹം ദ്യോവിൽ നിന്ന് വീണ് കിട്ടിയതാണെന്ന് അവിടുത്തുകാർ വിശ്വസിച്ചിരുന്നു. അതായത് ആകാശത്ത് നിന്നും. അപ്പോസ്തലപ്രവൃത്തികൾ 19:35. തട്ടാന്മാരുടെ ആദായകരമായ തൊഴിലായിരുന്നു അർത്തമീസ് ദേവിയുടെ ക്ഷേത്രബിംബങ്ങളെ നിർമ്മിച്ച് വിൽക്കുക എന്നത്. പൗലോസിൽ നിന്നും സുവിശേഷം കേട്ട അനേകർ ഈ തൊഴിൽ ഉപേക്ഷിച്ചു. അതിനാലാണ് ദെമേത്രിയോസ് എന്ന തട്ടാൻ ജനത്തെ ഇളക്കിവിട്ട് കലഹം ഉണ്ടാക്കിയത്. ഈ കാര്യങ്ങൾ അപ്പോസ്തലപ്രവൃത്തികൾ 19 അധ്യായം 23 മുതൽ 41 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്.